ഹലോ മൈ ഡിയേഴ്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് നല്ലൊരു ചിക്കൻ്റെ റെസിപ്പിയാണ്. ബോൺലെസ് ചിക്കനും പൊട്ടാറ്റോയും കൊണ്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗ്രേവിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനു മുന്നേ ഞാൻ കുറേ ചിക്കൻ ഗ്രേവിയുടെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നമുക്ക് കാണാം. അതിനു മുന്നേ എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവർക്കും ഷെയറും കൂടി ചെയ്തു കൊടുക്കുക. പിന്നെ ലൈക്ക് ചെയ്യാനും ഒട്ടും മറക്കരുത്. അപ്പോൾ പിന്നെ നമ്മൾക്ക് ഇന്നത്തെ വീഡിയോ കാണാം. അപ്പോൾ പിന്നെ ഗ്രേവിക്ക് ആവശ്യമായിട്ട് ആദ്യം തന്നെ ഞാൻ ഒരു 4 തക്കാളി എടുത്തിട്ടുണ്ട്. മീഡിയം സൈസ് തക്കാളി 4 എണ്ണം, പിന്നെ 4 പച്ചമുളക്, പിന്നെ കുറച്ച് മല്ലിയിലയും, ഇനി ഒരു 15-20 അങ്ങനെ കാഷ്യൂനട്ടും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. ഈ മിക്സ് ആണ് ഇതിന്റെ ടേസ്റ്റ്, ഈ ചിക്കൻ കറിയുടെ ടേസ്റ്റ്. അപ്പോൾ പിന്നെ ഞാൻ അതിനു വേണ്ടിയിട്ട് ബോയിൽഡ് പൊട്ടാറ്റോ റെഡി ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇതുപോലെ കട്ട് ചെയ്യാം. ചിക്കൻ എത്ര വലുപ്പമോ അതേ അളവിൽ തന്നെ ഇത് കട്ട് ചെയ്യാം. കാരണം വെച്ചാൽ ചിക്കൻ വലുതും പൊട്ടാറ്റോ ചെറുതുമായാൽ ഒരു കാണാനും ഒരു ഭംഗി ഉണ്ടാവില്ലല്ലോ. അപ്പോൾ പിന്നെ അത് എത്ര വലുപ്പമോ ആ വലുപ്പം തന്നെ ഇതും കട്ട് ചെയ്ത് നമുക്ക് എടുത്തു വെക്കാം. ഇതാ കണ്ടില്ലേ. ഇനി വേറൊരു ചീനച്ചട്ടിയിലോട്ടേക്ക് നമ്മൾക്ക് എണ്ണ ഒഴിച്ചിട്ട് ഗ്രേവി റെഡിയാക്കാം. അതിന് ഹോൾ സ്പൈസസും പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ പച്ചമുളക്, കരിവേപ്പില എല്ലാം ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ വഴറ്റി കൊടുക്കുക. ഇതുപോലെ ഉണ്ടാക്കിയാൽ മതിയാവും. ഇനി തിന്നായിട്ട് കട്ട് ചെയ്ത 8 സവാള ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ നേരിയതായിട്ട് കട്ട് ആയിരിക്കണേ. ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. അപ്പൊ ഇതൊക്കെ നമുക്ക് നല്ലപോലെ വഴറ്റി കൊടുക്കാം. കണ്ടില്ലേ, സവാള നല്ല ഉതിർന്ന് വരുന്നത്. അപ്പൊ തിന്നായിട്ട് കട്ട് ചെയ്താൽ മതിയാവും. മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. നല്ല പോലെ വഴറ്റിയിട്ട് നല്ല ബ്രൗൺ കളർ ആകുന്നത് വരെ ഇത് വഴറ്റി കൊടുക്കണം. തക്കാളി നേരത്തെ നമ്മൾ മിക്സിയിൽ അരയ്ക്കാൻ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് നമുക്ക് ഇപ്പൊ തക്കാളിന്റെ ആവശ്യമില്ല. കണ്ടില്ലേ നല്ല പോലെ ആയിട്ട്. അപ്പോൾ നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ തക്കാളിയും കാഷ്യൂനട്ടൊക്കെ. അപ്പോൾ അത് നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ട് ഇതിലോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഈ അരപ്പിന്റെ ഒക്കെ പച്ചമണം ഒന്ന് മാറിക്കിട്ടണം. അതിനു വേണ്ടിയിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിക്കെടുക്കാം. നല്ല പേസ്റ്റ് പോലെ ആയിരിക്കണം. ഇതാ കണ്ടില്ലേ, ഗ്രേവി കണ്ടില്ലേ, ഇതേപോലെയൊക്കെ ആയിരിക്കണം. ഇനി ആവശ്യത്തിനുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ചിക്കൻ മസാലപ്പൊടി. അപ്പൊ ഇതും നല്ല പോലെ വഴറ്റി കൊടുക്കുക. പൊടികളുടെയൊക്കെ പച്ചമണം മാറിക്കിട്ടുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പൊ ഈ ഗ്രേവി കണ്ടില്ലേ, നല്ല പേസ്റ്റ് പോലെ ആയിട്ട്. സവാളയൊന്നും കാണാനേ ഇല്ലല്ലോ. ഇതേപോലെ നമ്മൾ വഴറ്റിയിട്ട് റെഡിയാക്കി വെക്കണം. ഇതാണ് ഇതിന്റെ ടേസ്റ്റും കൂടിയേ. ഇനി നമുക്ക് ബോൺലെസ് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇപ്പൊ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനൊക്കെ ഞാൻ ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ മസാലയുമായിട്ട് വീണ്ടും നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതിന് സവാള കുറച്ച് അധികം തന്നെ നമ്മൾ എടുത്താൽ നല്ലതായിരിക്കും. ചിക്കൻ എത്രയുണ്ടോ അതിനനുസരിച്ച് സവാള എടുക്കണം. കാരണം വെച്ചാൽ നമ്മൾ നല്ല പോലെ വഴറ്റി കൊടുക്കുമ്പോൾ സവാള എത്ര ഇട്ടാലും കാണില്ലല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഞാൻ നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ. ഇനി നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ മിക്സിയുടെ ജാറൊക്കെ ഒന്ന് കഴുകിയിട്ട് ഇതിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. വേറെ എക്സ്ട്രാ വെള്ളം ഒന്നും ചേർക്കണ്ട. ഇത് ഗ്രേവി പോലെയല്ലേ ഉണ്ടാക്കുന്നത്. ബോൺലെസ് ചിക്കൻ ആവുമ്പം വേഗം ഒരു 10 മിനിറ്റിൽ തന്നെ നമുക്ക് വെന്ത് കിട്ടുമല്ലോ. അപ്പൊ മസാല കണ്ടാൽ തന്നെ അറിയാം നല്ല ടേസ്റ്റ് ഉള്ള കറിയാണെന്ന്. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ പൊട്ടാറ്റോ, അപ്പൊ ഇത് നമുക്ക് ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നേരത്തെ വെന്തതാണല്ലോ പൊട്ടാറ്റോ, അപ്പോൾ പിന്നെ ഒന്ന് ഇതിന്റെ മസാലയൊക്കെ ഇതിന് പിടിക്കണമല്ലോ, അതിനു വേണ്ടിയാണ് ഈ സമയത്ത് ഇട്ട് കൊടുക്കുന്നത്.
ചിക്കനും കുറച്ച് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് കൂടി വെന്താൽ മതിയാവും. ഇപ്പൊ എല്ലാം കൂടി ഒന്നിച്ച് വേവട്ടെ. അങ്ങനെ ഞാൻ എല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടച്ചു വെച്ചിട്ട് കുറച്ച് സമയം വേവിച്ചു കൊടുക്കാം. പിന്നെ എണ്ണ ആവശ്യമാണ് തോന്നിയെങ്കിൽ ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വേവട്ടെ. അങ്ങനെ ചിക്കനൊക്കെ വെന്തിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു, അത് വീഡിയോയിൽ മിസ്സായിപ്പോയി. അപ്പോൾ ഈ സമയത്ത് ഉപ്പ് കുറവായതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തേ ഉള്ളൂ. പിന്നെ മല്ലിയിലയും കൂടി ഞാൻ വിതറി കൊടുത്തിട്ടുണ്ട്. ഇനി 1 ടീസ്പൂൺ നാരങ്ങാ നീരും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി വീണ്ടും ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഉരുളക്കിഴങ്ങൊക്കെ നല്ലപോലെ മസാല പിടിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഈ മസാലയിൽ ഉരുളക്കിഴങ്ങ് ഇങ്ങനെ വെന്ത് വരുന്നത്. അപ്പൊ ഇനി ചിക്കൻ ഒന്നുകൂടി വെന്തോന്നൊക്കെ നോക്കാം. ബോൺലെസ് ചിക്കൻ അല്ലേ, വേഗം വെന്ത് കിട്ടും. അപ്പൊ എൻ്റെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. വളരെ എളുപ്പമല്ലേ ഈ റെസിപ്പി? അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ടേസ്റ്റുള്ള ഗ്രേവിയാണ് ഇത്. ഇനി ഞാൻ കുറച്ച് സവാള വിതറി കൊടുക്കുന്നുണ്ട്. ഈ ഗ്രേവിയുടെ കൂടെ അതും കൂടി ചേർന്ന് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും കൂടിയാണ്. അപ്പോൾ പിന്നെ ഇതുപോലെ തന്നെ നല്ല നല്ല കുക്കിംഗ് വീഡിയോ, ഗാർഡനിങ് ടിപ്പ്, ബ്യൂട്ടി ടിപ്പ് എല്ലാം വേണമെങ്കിൽ നിഷ വൈബ്സ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുതേ. അപ്പൊ ഇതേപോലത്തെ നല്ല നല്ല റെസിപ്പിയുമായി അടുത്ത് തന്നെ കാണാവേ. അപ്പൊ അത്രേ ഉള്ളൂ. താങ്ക് യു.